ഹായ് ഓൾ, അസ്സാം വലൈക്കും. ക്യാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു ഫ്രിൽഡ് ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് യോക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം. നമ്മുടെ മെഷർമെൻറ്റ് ഏതാണോ അതനുസരിച്ചിട്ട് ബോഡി ലെങ്ത്ത്, പിന്നെ കഴുത്തിൻ്റെ അളവ്, കൈക്കുഴി, ഷോൾഡർ എല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ബാക്കിലത്തെ പോർഷൻ സിബാണെങ്കിൽ സിബിന് അല്ലെങ്കിൽ ഹുക്കിന് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ബാക്കിലത്തേക്ക് ഓപ്പൺ കൊടുക്കാം. ഞാനിപ്പോൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഹുക്ക് വയ്ക്കാൻ കണക്കാക്കിയിട്ടാണ്. ഇനി നമുക്ക് താഴെ എടുക്കുന്ന, അതായത് സ്കേർട്ടിന് എടുക്കുന്ന പോർഷൻ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം യോക്കിൻ്റെ അളവിൽ ബോഡിയുടെ ഷേപ്പിനേക്കാളും ഒരു 5 ഇഞ്ച് 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഒരു 5 ഇഞ്ച് കൂടുതലായിട്ടാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. 2 ലെയറിൻ്റെയും മേലത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. 5ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തതിന് ശേഷം അത് ചരിച്ച് മേളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര ലെയറായിട്ടാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഓരോ ലെയറിലും 5 ഇഞ്ച് മേലത്തെ പോർഷനും അതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ 7 ഇഞ്ചും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചരിച്ച് കൊടുക്കണേ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു 2.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ ആദ്യം കവർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആ മെറ്റീരിയലിനെ തിരിച്ചിടുക. അതായത് നമ്മൾ യോക്കിൻ്റെ പോർഷൻ തിരിച്ചിടുക. ആ പോർഷൻ തിരിച്ചിട്ടിട്ട് ബാക്ക് വശത്ത് പ്ലീറ്റ് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ റൗണ്ടായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് ആ ഒരു പോർഷനെ തിരിച്ച് ഇപ്പുറത്തേക്ക് എടുക്കുക, നല്ല വശത്തേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. ഇനി ഞാൻ ഷോൾഡറും ബാക്കിലത്തെ ഹുക്കിൻ്റെ പോർഷനും എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണുണ്ട്. അതിനുശേഷം ഞാൻ 2 വശത്തേക്ക് സ്ലീവ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ലീവ് കട്ട് ചെയ്ത് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമാണ് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈക്കുഴി അറ്റം വരെ നമ്മൾ കൊടുക്കുന്നില്ല, കുറച്ച് പോർഷൻ കവർ ചെയ്യാതെ വിടുന്നുണ്ട്. ഈ പോർഷനിലത്തേക്ക് ഞാൻ ക്രോസ് പീസാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ലീവ് വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് പീസ് വെച്ച് കവർ ചെയ്ത് തിരിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ആ ബോഡിയുടെ ഷേപ്പിൻ്റെ അവിടെ ഇതുപോലെ തന്നെ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ആ ഫ്രില്ല് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് പിന്നെ ആദ്യത്തെ തട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് വശത്തേക്ക് ഞാൻ ഫ്രില്ല് കൊടുക്കുന്നില്ല, പ്ലീറ്റുള്ള ആ പോർഷൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയർ നമ്മൾ സെൻറ്ററിൽ പ്ലീറ്റുള്ള ഒരു പോർഷനും കൂടെ കൊടുത്തിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം ഒരു പ്ലീറ്റുള്ള പോർഷൻ കൊടുത്തിട്ട് കവർ ചെയ്യണുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് സെക്കൻഡ് ലെയർ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ പ്ലീറ്റ്സ് മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്യാതെ മാറ്റാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വശങ്ങൾ, അതായത് കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലത്തേക്കുള്ള ചെറിയൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും 2 സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴത്തെ പോർഷൻ, ഏറ്റവും താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓവർലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രിൽഡ് ഫ്രോക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളുടെ ഇഷ്ടത്തിലുള്ള കളേഴ്സിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന കളറിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഡാർക്ക് കളറാണെങ്കിൽ കൊടുത്താൽ കുറച്ചുകൂടി ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്